ഹലോ, എല്ലാവർക്കും നമസ്കാരം. തിരിച്ചറിവ് എന്ന എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്കൃത പഠനം വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസം പ്രഥമാ വിഭക്തിയെപ്പറ്റി പറഞ്ഞു, അതുപോലെ ദ്വിതീയ വിഭക്തിയെപ്പറ്റിയും പറഞ്ഞു. കർത്തൃ വിഭക്തിയെന്നും കർമ്മ വിഭക്തിയെന്നും പേര് പറയും. മൂന്നാമതായി തൃതീയ വിഭക്തി. അതിനെപ്പറ്റി പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ കർത്താവ് ആരെന്നറിയാത്ത സന്ദർഭത്തിൽ, അതുപോലെ കർത്തൃപദത്തിന് പ്രാധാന്യമില്ലാത്ത സന്ദർഭത്തിൽ ഉള്ള പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണമായി, ശ്രീരാമനാൽ രാവണൻ വധിക്കപ്പെട്ടു. ശരിക്കും രാമനാണ് കർത്തൃപദം. രാമൻ രാവണനെ വധിച്ചു. ഈ തൃതീയ വിഭക്തി പ്രയോഗത്തിൽ ആരാൽ വധിക്കപ്പെട്ടു എന്ന് ചോദിച്ചു. അതേസമയം ആ കർത്തൃപദം ആൽ എന്ന പദമായി മാറുന്നു. അതുപോലെ കർമ്മമാകുന്ന രാവണനെ എന്ന പദം രാവണൻ എന്ന കർത്തൃസ്ഥാനത്തേക്കും വരുന്നു. ഇതാണ് തൃതീയ വിഭക്തിയുടെ പ്രയോഗത്തിൻ്റെ സാധുത. അതുപോലെ തൃതീയ വിഭക്തിക്ക് ഓട്, ഊടെ എന്നും അർത്ഥം വരുന്നുണ്ട്. മാർഗേണ ഗച്ഛതി, വഴിയിലൂടെ പോകുന്നു. അതുപോലെ മിത്രേണ സഹിതഃ ഗച്ഛതി, സുഹൃത്തിനോടൊപ്പം പോകുന്നു. അതുപോലെ ഹേതുവായി എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. തൃതീയ ഹേതുവായി കൊണ്ടാൽ ഓടൂടേതി ചക്രമാത്.